Watch full episodes on Jio Hotstar. എന്റെ കുട്ടികൾ പ്രോജക്റ്റിന് വേണ്ടിയിട്ട് ഒരുപാട് അധ്വാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവർക്ക് ഈ കോമ്പറ്റീഷനുള്ള അവാർഡ് കിട്ടിയേ പറ്റൂ. അപ്പോൾ പിന്നെ രുദ്രയ്ക്ക് ഇക്കാര്യത്തിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. രുദ്ര എപ്പോഴും എന്റെ മക്കളെ പിന്നിലേക്ക് തള്ളുകയാണ്. എന്നാൽ ഇപ്രാവശ്യം ഞാൻ അതിനെ ഒരിക്കലും അനുവദിക്കില്ല. എന്നാൽ എനിക്കത് തനിച്ച് ചെയ്യാനാവില്ല. ഇവർ എവിടേക്കാ പോയത്? ഹലോ ഷക്ലീന, നീ എന്തിനാ എന്നെ ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞത്? നീ ഇങ്ങോട്ട് വന്നതിന് വളരെ നന്ദി ഇലക്ട്രോ ലേഡി. മജീഷ്യൻ സ്കൂളിൽ ഓരോ വർഷവും ആനുവൽ കോമ്പറ്റീഷൻ നടക്കാറുണ്ട്. ഓരോ വർഷവും നമ്മുടെ ശത്രുവായ രുദ്രയുടെ പ്രൊജക്റ്റാണ് വിജയിക്കുന്നത്. വിജയ്ക്ക് സർ മജസ്റ്റിക്കോ നേരിൽ വന്ന് ട്രോഫിയും കൊടുക്കാറുണ്ട്. എന്റെ മക്കൾ ജെനി ജോഡിയും കോമ്പറ്റീഷനിൽ പങ്കെടുത്തിട്ടുണ്ട്. അവരാ പ്രൊജക്റ്റ് വളരെ നല്ല രീതിയിൽ ചെയ്തിട്ടുമുണ്ട്. എന്നാൽ രുദ്രയെ ഇക്കാര്യത്തിൽ ആർക്കും തോൽപ്പിക്കാനായിട്ടില്ല. അതുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നത് ഇക്കാര്യത്തിൽ നീ എന്നെ സഹായിക്കണം. എങ്കിലേ ജെനി ജോഡിയുടെ പ്രൊജക്ട് ഫസ്റ്റ് വരികയുള്ളൂ. ഓ ഷക്ലീന, രുദ്രയോട് പകരം വീട്ടാനായിട്ട് ഞാൻ എന്റെ കൂട്ടുകാരിക്ക് ഇത്തരം ഒരു ചെറിയ സഹായം പോലും ചെയ്യില്ലെന്നുണ്ടോ? യു ഡോണ്ട് വറി. രുദ്രയെ ഒരു പാഠം പഠിപ്പിക്കാനുള്ള സമയമായിരിക്കുന്നു. അതിന് അമ്പിന്റെ ആവശ്യമില്ല, വാളിന്റെ ആവശ്യമില്ല. ഞാൻ ആക്രമിക്കുന്നത് ഇലക്ട്രോ ലൈറ്റ് ആണ് എന്റെ ആയുധം. നിന്റെ സ്വപ്നം സഫലമാകും. നിങ്ങൾ എല്ലാവരും നേരത്തെ പറഞ്ഞതുപോലെ ആനുവൽ സ്കൂൾ കോമ്പറ്റീഷന് വേണ്ടിയിട്ട് 3 പ്രൊജക്റ്റാണ് സെലക്ട് ആയിരിക്കുന്നത്. നാളെ ഫൈനൽ റിസൾട്ടിൽ സർ മജസ്റ്റിക്കോ വിന്നറിനെ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. എന്നാൽ അതിനു മുമ്പ് ഞാൻ ആ 3 പ്രൊജക്റ്റും കാണാൻ ആഗ്രഹിക്കുന്നു. കാരണം നാളെ ഒരു തെറ്റും സംഭവിക്കരുത്. നിങ്ങളുടെ പ്രൊജക്ട് എക്സ്പ്ലെയിൻ ചെയ്യൂ. Ibaiska, Subaiska, leakage, no more fake. ഞാൻ കണ്ടു കഴിഞ്ഞു. ഇറ്റ്സ് ഇംപ്രസീവ്. പറയൂ ജെനി ജോഡി, നിങ്ങളുടെ പ്രൊജക്റ്റിൽ നിങ്ങൾ എന്താ ചെയ്തിരിക്കുന്നത്? മാഡം കാനുങ്കോ, ഇതിലിപ്പോൾ നിങ്ങൾ കാണുന്ന സ്റ്റുഡൻസ് ഇല്ലേ, അവർ ഏത് റൈഡിൽ കയറി ഇരുന്നാലും അതെല്ലാം തനിയെ ഓടാൻ തുടങ്ങും. ഇനി മിനി മൈനി മോർ ജെനിയുടെ മന്ത്രജാലം തുടങ്ങട്ടെ. നിന്റെ ഈ പ്രൊജക്ട് നീ ഇതുവരെ ചെയ്ത പ്രൊജക്റ്റിലെല്ലാം നല്ലതാണ്. കീപ് ഇറ്റ് അപ്പ്. താങ്ക് യു മാഡം കാനുങ്കോ. മൈറ, ഇനി നീ പറയൂ, നീ പ്രൊജക്റ്റിൽ എന്താണ് ചെയ്തിരിക്കുന്നത്? മൈര വരുൺ, നിങ്ങൾ രുദ്രയില്ലാതെ പ്രോജക്ട് ചെയ്തു. കുട്ടികളെ, നമ്മുടെ രുദ്ര എവിടെയാ? സർ, രുദ്ര ഇപ്പൊ ഇങ്ങെത്തും. അതുവരെ എല്ലാവരും പ്ലീസ് ഞങ്ങളുടെ വണ്ടർലാൻഡ് കണ്ടു രസിക്കൂ. മാഡം, ഞങ്ങൾ ഇതിലൊരു സർപ്രൈസ് വെച്ചിട്ടുണ്ട്. ആരത്? ആരാ പതുങ്ങിന്ന് ആക്രമിക്കുന്നത്? എനിക്കറിയാം, ഈ ലൈറ്റ്നിങ് നാച്ചുറൽ അല്ല. ആരാണെങ്കിലും ധൈര്യം ഉണ്ടെങ്കിൽ നേരിട്ട് വന്ന് ഫൈറ്റ് ചെയ്യ. You are so smart, Rudra. But I am smarter than you. അമ്പും വേണ്ട, വാളും വേണ്ട. ഞാൻ ആക്രമിക്കുന്നത് മിന്നൽ കൊണ്ടായിരിക്കും. അതാണ് എന്റെ ആയുധം. I am back with a bang. ഞാൻ നിന്റെ ആ പ്രോജക്റ്റും രണ്ടും നശിപ്പിച്ചിട്ടേ അടങ്ങുള്ളൂ. സ്റ്റുഡന്റ്, എല്ലാവരും വേഗം അകത്തേക്ക് പോകൂ. ഫാസ്റ്റ്, കം ഓൺ, റൺ റൺ. രുദ്ര, എത്രയും പെട്ടെന്ന് നിന്റെ പ്രൊജക്റ്റിലെ സ്പെഷ്യൽ എലമെന്റ്സ് ഡിസ്ക്ലോസ് ചെയ്യേ. സൺസെറ്റ് ആകുന്നു. തീർച്ചയായിട്ടും മാഡം കോണിങ്കോ.
എന്റെ പ്രോജക്റ്റിലെ സ്പെഷ്യൽ എലിമെന്റ് എന്ന് പറയുന്നത് ആരെങ്കിലും വന്ന് വണ്ടർലാൻഡിന്റെ മെയിൻ ഗേറ്റിൽ ടച്ച് ചെയ്താൽ അവർ കാലുറപ്പിച്ചാൽ അപ്പൊ അവരുടെ ഹൈറ്റ് വണ്ടർലാൻഡ് ക്രിയേച്ചേഴ്സിന്റെ ഹൈറ്റ് ആകും. പിന്നെ വിസിറ്റേഴ്സ് ഒക്കെ വണ്ടർലാൻഡ് മൊത്തം ചുറ്റിക്കറങ്ങി അവർക്ക് എല്ലാ റൈഡ്സിലും കയറാൻ പറ്റും. രുദ്ര, ദിസ് ഈസ് അമേസിംഗ്. മറ്റുള്ളവരെല്ലാം സ്റ്റുഡൻസിന്റെ മോഡലാണ് ഉണ്ടാക്കിയത്, എന്നാൽ നീ റിയലിസ്റ്റിക് ആയി ചെയ്തിരിക്കുന്നു. നമുക്ക് ചെക്ക് ചെയ്യാം. മാഡം കോണൻകോ, ഞാൻ ചെക്ക് ചെയ്യാം. ഇതെങ്ങനെ സംഭവിച്ചു? ഇത് എന്റെ പ്രോജക്റ്റ് അല്ല. എന്ത്? നീ വളരെ ബുദ്ധിമാന രുദ്ര. പ്രോജക്റ്റ് ഇംപ്രസീവ് അല്ലാതാകുമ്പോൾ അത് നിന്റെ പ്രോജക്റ്റ് അല്ലാന്ന് പറയുമല്ലേ? ടീച്ചേഴ്സ് രുദ്ര സിമ്പതി നേടാൻ ശ്രമിക്കുകയാണ്. കാരണം അവന്റെ പ്രോജക്റ്റ് ഞങ്ങളുടെ പ്രോജക്റ്റിനെ പോലെ എക്സ്ട്രാ ഓർഡിനറി അല്ല. അതുകൊണ്ടാ. അല്ല മാഡം, ഞാൻ കാര്യമായിട്ട് പറയാ. എന്റെ പ്രോജക്റ്റിലെ ട്രീസും ക്രിയേച്ചേഴ്സും ഒക്കെ ആരോ മാറ്റി വെച്ചിരിക്കുക. ഒരുപാട് മിസ്സിംഗും ആണ്. രുദ്ര മൈ ഡിയർ, എനിക്ക് പറയാൻ വിഷമമുണ്ട്. നിനക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ, ഒരുപക്ഷെ ഇത് നിന്റെ പ്രൊജക്റ്റ് അല്ലെന്ന് തോന്നിയാൽ നിനക്ക് നാളെ ഉച്ചവരെ സമയമുണ്ട്. സർ മജസ്റ്റിക്കോ ഇവിടെ എത്തും മുമ്പായിട്ട് നീ നിന്റെ പ്രൊജക്ട് തേടി കണ്ടെത്തിയേ പറ്റൂ. രുദ്ര, നിന്റെ ഇലക്ട്രോലൈറ്റ് ലേഡിയുടെ ഫൈറ്റ് നടക്കുമ്പോ ചില MBTVs ഡാമേജ് ആയി പോയി. അതുകൊണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ റെക്കോർഡ് ആയിട്ടില്ല. മിസ് സെക്യൂരിറ്റി, പ്ലീസ് പോസ് ചെയ്യൂ. ഓക്കെ, പോസ് ചെയ്തു. ഞാൻ വിചാരിച്ച പോലെ തന്നെ സംഭവിച്ചു. ആ ടിവിയിൽ എന്റെ പ്രോജക്റ്റ് പറന്നു പോവുകയാണ്. നിങ്ങൾ എനിക്ക് വേണ്ടി ആ സ്കൂളിന്റെ പുറത്തുള്ള CCTV ഫുട്ടേജ് കാണിക്കാൻ പറ്റുമോ? ഓക്കെ. ഇതാ കണ്ടില്ലേ, ഞങ്ങളുടെ പ്രോജക്റ്റ് കാട്ടിലാണ് മാറ്റി വെച്ചിരിക്കുന്നത്. താങ്ക് യു സോ മച്ച് മിസ് സെക്യൂരിറ്റി. ഓ നോ, നമ്മൾ ഈവൽ ട്രീസിന്റെ ഇടയിലാണല്ലോ പെട്ടിരിക്കുന്നത്. ഈവൽ ട്രീസ്, എന്റെ പേരാണ് രുദ്ര. ഞാൻ നിങ്ങളെ ആരും ഉപദ്രവിക്കില്ല. പക്ഷെ ഞങ്ങളുടെ പ്രോജക്റ്റ് കൊണ്ടുപോകാൻ സമ്മതിക്കണം. ആരോ ചീറ്റിംഗ് ചെയ്ത് എന്റെ പ്രോജക്റ്റ് ഇവിടെ കൊണ്ടുവച്ചിരിക്കുകയാണ്. ചീറ്റിങ്ങിന്റെ കാര്യമൊന്നും എന്നോട് പറയണ്ട. ഇപ്പോ നിനക്ക് നിന്റെ പ്രോജക്റ്റ് ഇവിടുന്ന് കൊണ്ടുപോകണമെങ്കിൽ ഞങ്ങൾക്ക് പകരം എന്തെങ്കിലും തരണം. ഗീവ് ആൻഡ് ടേക്ക് ആണ് ഞങ്ങളുടെ പോളിസി. പ്രോജക്റ്റ് നിന്റേതാണെങ്കിൽ നീ ഇവിടെ തന്നെ നിൽക്കൂ. വേണ്ട രുദ്ര, അവരുടെ പോളിസിക്ക് നീ സമ്മതിക്കരുത്. വാവ്, അപ്പോഴിനി രുദ്ര എന്ത് ചെയ്യും? എന്തായാലും ഈ വർഷത്തെ കോമ്പറ്റീഷനിൽ നമ്മൾ തന്നെ ജയിക്കുന്നതായിരിക്കും. ഈവൽ ട്രീസ്, നിങ്ങളുടെ ഡീലിന് ഞാൻ ഒരിക്കലും സമ്മതം പറയില്ല. ഞാൻ പ്രോജക്റ്റും കൊണ്ട് ഇവിടുന്ന് പോവൂ. അതിനുവേണ്ടി നിങ്ങളോട് ഏറ്റുമുട്ടാനും ഞാൻ തയ്യാറാണ്. ഫൈറ്റ് എങ്കിൽ തുടങ്ങാം. നീ ആ പ്രോജക്റ്റിൽ ഒന്ന് തൊഴാൻ ശ്രമിച്ചാൽ മതി. ഞങ്ങൾ ആ പ്രോജക്റ്റ് മുഴുവനും ഭൂമിക്കടിയിലേക്ക് കൊണ്ടുപോയി നാശിപ്പിച്ച് കളയും. ഇനി പറയൂ, നീയോ പ്രോജക്റ്റോ? ഞാൻ മൈര, വരും. നിങ്ങൾ രണ്ടൊരു പ്രോജക്റ്റ് എടുത്തോണ്ട് പോകൂ. ബിലീവ് മീ, എനിക്കൊന്നും സംഭവിക്കില്ല. യെസ്, രുദ്രയുടെ കഥ ഇതോടെ അവസാനിക്കും. നിങ്ങൾ രണ്ടുപേരും പോകൂ, ഞാൻ വന്നോളാം. ആർട്ട് ക്രിയേറ്റോ. രുദ്ര, you are back.
രുദ്ര ഇത്തവണയും സാധിച്ചിരിക്കുന്നു. രുദ്ര, ഐ എം സോ ഹാപ്പി ഫോർ യു. പക്ഷെ പ്രൊജക്ട് നിനക്ക് എവിടെന്നാ കിട്ടിയത്? മാഡം കോണിംഗോ, അത് ഇവിൽ ട്രീസിന്റെ കാർഡ്. മിസ് സെക്യൂരിറ്റി പ്ലീസ്, ഞങ്ങളുടെ പ്രോജക്റ്റിന് വേണ്ടി ഗാർഡ്സിനെ അലോട്ട് ചെയ്യണം. താങ്ക് യു സോ മച്ച് ഈഗിൾ മാൻ. നിങ്ങൾ രാത്രി മുഴുവൻ ഞങ്ങളുടെ പ്രോജക്റ്റിനെ ടേക്ക് കെയർ ചെയ്തല്ലോ. ഫ്രണ്ട്സ്, ലെറ്റ്സ് ചെക്ക് അവർ പ്രോജക്റ്റ്. അവർ ഏത് സമയത്ത് എന്ത് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. രുദ്ര, നമ്മുടെ അനിമൽസ് ഒക്കെ അവിടെ പോയി. സെന്റർ രുദ്ര, ഒരു പക്ഷെ നമ്മുടെ ആനിമൽസ് കാട്ടിലെങ്ങാനും കേറി കാണോ? പ്രോജക്റ്റിന്റെ ആമസോൺ പാർക്കിന്റെ 2 ചുമരുകളും തകർന്നിരിക്കുകയാണ്. ഒരുപക്ഷെ ഞാൻ ഇലക്ട്രോ ലേഡിയായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ആനിമൽസ് ഒക്കെ പേടിച്ച് ആമസോൺ പാർക്കിൽ പോയി കാണും. നമുക്ക് ഒന്നും കൂടി പോയി ചെക്ക് ചെയ്യാം. രുദ്ര, നീ ഞങ്ങളുടെ പ്രൊജക്ടിനകത്ത് എന്ത് ചെയ്യാ? നീ എന്തെങ്കിലും ഗുലുമാൽ ഒപ്പിച്ചാലേ ഞാൻ മാഡം കാനങ്കോട് അടുത്ത് പോയി കംപ്ലൈന്റ് ചെയ്യും. പറഞ്ഞേക്കാം. ഓ നോ, ആനിമൽസ് ഒക്കെ ജെയിൻ വീലിൽ പെട്ടുപോയിരിക്കുകയാണ്. ജെറി, ജോഡി, പ്ലീസ് നിങ്ങൾ ആ റൈഡൊക്കെ സ്റ്റോപ്പ് ചെയ്യൂ. അതെങ്ങനെയാ സ്റ്റോപ്പ് ചെയ്യേണ്ടത് ഞങ്ങൾക്കറിയില്ല. Now we have to save the animals. Go. മങ്കി പ്ലീസ് എന്നെ ശല്യം ചെയ്യില്ലേ? രുദ്ര പറഞ്ഞതാ ഇങ്ങനെയൊക്കെ. പക്ഷേ ജെനി, നമുക്ക് പേടിയാവുന്നില്ലേ? നമ്മളെ ആര് രക്ഷിക്കും? ആ രുദ്ര കാരണം നമ്മൾ ശരിക്കും പെട്ടുപോയി. നിങ്ങൾ എത്രയും പെട്ടെന്ന് ഈ റൈഡ് ഒന്ന് നിർത്ത്. എനിക്ക് തല കറങ്ങുന്നു. നീ കാട്ടിലെ രാജാവല്ലേ? ഒരു കിങ് ആയിട്ട് ഇങ്ങനെ പേടിച്ച് വിറക്കുകയാണോ? കാടും ഈ റൈഡും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഇതുപോലൊരു റൈഡിൽ ഞാൻ ഇതുവരെ കയറിയിട്ടില്ല. രക്ഷിക്കേ, അമ്മേ രക്ഷിക്കണേ. ഹലോ രുദ്ര, സുഖം തന്നെയല്ലേ? ഞാൻ എല്ലാം കാണുന്നുണ്ടായിരുന്നു. എല്ലാരും അടിച്ചു പൊളിക്കുകയാണല്ലോ, എൻജോയ് ചെയ്യുകയാണല്ലേ. അപ്പൊ ഞാൻ കരുതി നിങ്ങളുടെ ഫണ്ണില് കുറച്ച് ആക്ഷൻ സീൻസും കൂടി മിക്സ് ചെയ്താലോ എന്ന്. പൊളിച്ചടക്കാൻ തയ്യാറായിരുന്നോളൂ രുദ്ര. അമ്പും വേണ്ട, വാളും വേണ്ട. ഞാൻ ആക്രമിക്കുന്നത് മിന്നൽ കൊണ്ടാണ്. അതാണ് എന്റെ ആയുധം.
നിക്ക് ആരും പേടിക്കരുത്, ഞാൻ ഉണ്ടല്ലോ, അവിടെ നിൽക്ക്. സെന്റോ, യൂണിക്കോൺ, നിൽക്ക്, പ്ലീസ് നിൽക്ക്. ഞങ്ങൾ നിങ്ങളെല്ലാവരും സഹായിക്കാനാണ് വന്നത്. പ്ലീസ് ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. ഞാനാണ് രുദ്ര, ഞാനാണ് നിങ്ങളെല്ലാരും ഉണ്ടാക്കിയത്. നിങ്ങൾക്ക് ഒന്നും ആകാൻ ഞാൻ സമ്മതിക്കില്ല. രുദ്ര, നീ സത്യമാണോ പറയുന്നത്? വേണ്ട, അവൾ ഞങ്ങളെ നശിപ്പിക്കാനായി എത്തിക്കഴിഞ്ഞു. രുദ്ര, നീ എന്ത് വേണേലും ചെയ്തോ, ഇന്ന് നിനക്ക് എന്തായാലും രക്ഷപ്പെടാൻ പറ്റില്ല. ഒന്ന് അങ്ങോട്ട് തിരിഞ്ഞു നോക്ക്. ചേടാ, ഒരു സൈഡ് മുതല, മറ്റൊരു സൈഡ് സിംഹു. ഈ കണ്ടീഷനിൽ നമ്മൾ എന്താ ചെയ്യാ രുദ്ര? ലൈറ്റ്നിങ് ലേഡി, വരൂ, നമുക്ക് ലേക്കിന്റെ അടുത്ത് വെച്ച് ഏറ്റുമുട്ടാം. Zibaiska, protection mask creator. Zibaiska, boom chick chick boom. ഞാൻ എല്ലാ അനിമൽസിനെയും പുറത്തെടുക്കാം. അന്തർ മന്തർ കാലി കലന്തർ ചൂ. ചെന്നിട്ട് എല്ലാ അനിമൽസിനെയും കൊണ്ടുവാ. രുദ്ര, ഞാൻ എല്ലാ പ്രോജക്റ്റും കണ്ടു, പക്ഷേ നിന്റെ പ്രോജക്റ്റാണ് ഏറ്റവും നല്ലത്. അതോടൊപ്പം ഒരു കാര്യം കൂടി ഞാൻ മനസ്സിലാക്കി, നിന്റെ പ്രോജക്റ്റ് ആരോ മനഃപൂർവ്വം നശിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന്. എങ്കിലും നീ അത് തേടി കണ്ടുപിടിച്ച് കൊണ്ടുവന്നു. കൺഗ്രാറ്റുലേഷൻസ്. ഞാൻ നിന്റെ പ്രോജക്റ്റ് ബെസ്റ്റ് പ്രോജക്റ്റായി അനൗൺസ് ചെയ്യുന്നു. Watch India's largest kids library only on Jio Hotstar. Download the app now.